കുറ്റിപ്പുറം അപകടം സംബന്ധിച്ച വാർത്തയാണ് നമ്മൾ നേരത്തെ പരിശോധിച്ചുകൊണ്ടിരുന്നത്. അപകടം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡിവൈഎസ്പി സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക. അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ഹ്യൂമൻ എറർ കൊണ്ടാണോ അതോ മെക്കാനിക്കൽ ഡിഫക്റ്റ് കൊണ്ടാണോ ഈ അപകടം സംഭവിച്ചതെന്നും അതുകൂടാതെ പുറത്തുനിന്നുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ റോഡിൻ്റെ ഡിഫക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. പരിശോധന നടത്തിയിട്ടുള്ളൂ, പല ഭാഗങ്ങളായിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ റിപ്പോർട്ട് ക്രോഡീകരിച്ചതിന് ശേഷമേ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ. അത് പോസ്റ്റ് ക്രാഷ് അനാലൈസിസ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പറഞ്ഞ പോലെ അത് റിപ്പോർട്ടാകുന്ന മുറയ്ക്ക് അറിയിക്കാം. ഇപ്പോൾ നിലവിൽ എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അന്വേഷണം നടക്കുന്നുവെന്നും സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കി. അപകടത്തിൻ്റെ അപ്ഡേഷൻ്റെ കുറച്ച് സീരിയസ് മാറ്ററാണത്. അതായത് ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും ഒരു 5 day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം ഗവർണർമാരുണ്ടെന്നാണ് വെപ്പ്. സ്പീഡ് ഗവർണർ വേണം. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികളെടുക്കും. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, ഇന്നലെ കുറ്റിപ്പുറത്തുണ്ടായത് ഞെട്ടിക്കുന്ന അപകടമാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ ബസിന്റെ അമിതവേഗം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ വിപുലമായ അന്വേഷണത്തിനാണ് ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും അത് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. DYSP അനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിക്കുക. അതിൽ പ്രധാനമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ സംയുക്തമായിട്ടുള്ള ഒരു ടീം ചേർന്നാണ് ഈ അപകടം അന്വേഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇന്ന് ആ ബസ് പരിശോധിക്കുന്ന സാഹചര്യമായി ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രാഥമികമായിട്ടുള്ള പരിശോധനയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അതായത് ബസ് ഡ്രൈവറുടെ മൊഴി ഉൾപ്പെടെ എടുക്കേണ്ട സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ തരാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ വരെ അദ്ദേഹം കോൺഷ്യസ് ആയിരുന്നില്ല. എടപ്പാളിലെ ആശുപത്രിയിൽ ഇപ്പോഴും അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ പാകമായി കഴിഞ്ഞാൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് അമിത വേഗത്തിലായിരുന്നു ഈ ബസ് വന്നിരുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ബ്രേക്ക്, അതായത് ഈ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയും അതോടൊപ്പം സ്റ്റിയറിംഗ് ഒടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബസ് മറയുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ബ്രേക്ക് ചവിട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്താൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ബസ്സിൻ്റെ സാങ്കേതിക തകരാറാണോ അതോ അമിത വേഗതയാണോ അതോടൊപ്പം തന്നെ റോഡിൻ്റെ പ്രശ്നമാണോ ഈ അപകടത്തിന് കാരണം എന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അവസാനം അതായത് എല്ലാ ഘട്ടങ്ങളും പരിശോധിച്ചതിന് ശേഷം കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കും, മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ള കാര്യം കൂടി ഇതിനോടകം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ടായാലും